ഒരു മുഴുനീള മെസ്സേജിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പകരം ഒരു സ്തോത്രം നമുക്ക് ആത്മീക ജീവിതത്തിൽ ആമേൻ ഒന്നുകൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതിന് ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 45-ാം അധ്യായം 11-ാം വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 45-ാം അധ്യായം അതിന് 11-ാം വാക്യം. മതി. സ്തോത്രം. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ. നമ്മളിത് വായിച്ച സങ്കീർത്തനത്തിലും അതിൻ്റെ 3-ാം വാക്യത്തിലും അങ്ങനെയുണ്ട്. എന്താണ്? ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അപ്പൊ നമ്മുടെ കർത്താവ് ആരാണ്? പരിശുദ്ധനാണ്. പരിശുദ്ധൻ. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വിശുദ്ധനായവൻ, വേർതിരിക്കപ്പെട്ടവൻ, ഉടമ്പടി പാലിക്കുന്നവൻ എന്നൊക്കെ അതിൻ്റെ അർത്ഥത്തെ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നു. വേണമെങ്കിൽ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഈ നോട്ടും അല്ലെങ്കിൽ ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. സ്തോത്രം. നിങ്ങളുടെ ഓർമ്മയിലൊക്കെ അത് ഇരിക്കുവാനും പിന്നീട് അതൊക്കെ ഒന്ന് എടുത്തു നോക്കാനും ധ്യാനിക്കാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ശീലമുള്ളവർക്കായി സ്തോത്രം. അപ്പം പരിശുദ്ധനായവൻ്റെ അർത്ഥം നമ്മൾ കേട്ടു. നമ്മുടെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന കർത്താവ് പരിശുദ്ധനാണല്ലേ, വിശുദ്ധനാണ്. ആ കർത്താവ് നമ്മളിൽ നിന്നും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? വിശുദ്ധി. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. വിശുദ്ധരായിരിപ്പിൻ. നമ്മുടെ കർത്താവ് വിശുദ്ധിയുടെ ഒരു ഉറവിടമായിട്ടാണ് നമുക്ക് നമ്മുടെ ബൈബിളിൽ, നമുക്ക് വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഇതൊരു ഇളക്കപ്പെരുപ്പത്തിൻ്റെ മെസ്സേജ് അല്ല ഞാനിന്ന് പറയുന്നത്. ഞാനൊരു ഉണർവിൻ്റെ ഒരു മെസ്സേജിലേക്കല്ല പോകുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അല്ലേ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആമേൻ നമുക്ക് കർത്താവ് ദൈവാത്മാവ് നൽകി തന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് കർത്താവും ആഗ്രഹിക്കുന്നത് ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും വിശുദ്ധരാകണമെന്നാണ്. വിശുദ്ധരാകണമെന്നാണ് തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. വിശുദ്ധനായ ദൈവത്തിന് ഒരിക്കലും അശുദ്ധിയോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ശ്രദ്ധിച്ചോണം കുഞ്ഞുങ്ങൾ, ശ്രദ്ധിച്ചോണം. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ആമേൻ. സ്തോത്രം. വേർതിരിയപ്പെട്ടവനാണ്. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധിയോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോംപ്രമൈസ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് മോശയുടെ ന്യായപ്രമാണത്തിനൊക്കെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അശുദ്ധിയെ തൊടുന്നവനെല്ലാം 7 ദിവസത്തോളം എന്തായിരിക്കണം? അശുദ്ധനായിരിക്കണം. അപ്പം വിശുദ്ധിയുടെ പ്രാധാന്യത അത്രമാത്രം ആമേൻ വളരെ വിലപ്പെട്ടതായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ആമേൻ. സ്തോത്രം. ഹൈലൈറ്റ് ചെയ്ത് ആമേൻ നമ്മുടെ തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. അശുദ്ധിയെ തൊടുന്നവനെല്ലാം 7 ദിവസത്തോളം എന്ത് ചെയ്യണം? ആമേൻ. സ്തോത്രം. അശുദ്ധനായി പാർക്കണം, അശുദ്ധനായി ഇരിക്കണം. ആമേൻ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എടുക്കണ്ട, അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ആമേൻ. അശുദ്ധൻ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അശുദ്ധൻ മാറി നിൽക്കണം, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അടുത്തത് പറയുന്നു, അശുദ്ധനെ തൊടരുത്. ഹല്ലേലൂയ. അങ്ങനെ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ മുഴുവനും നോക്കിയാൽ അശുദ്ധിയും വിശുദ്ധനും തമ്മിൽ വലിയ അന്തരംഗവും, അവർ മറ്റൊരു തലത്തിലും, ആമേൻ സ്തോത്രം, വിശുദ്ധർ വേറൊരു തലത്തിലും അശുദ്ധർ വേറൊരു തലത്തിലും കാറ്റഗറി വരെ തിരിച്ച് യഹോവയായ ദൈവം അവർക്കൊരു സെപ്പറേഷൻ അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ആമേൻ. ദൈവരാജ്യം അവകാശമാക്കുവാൻ എന്ത് വേണം? വിശുദ്ധി ആവശ്യമാണ്.
ആമേൻ. വിശുദ്ധി ആവശ്യമാണ്. ദൈവരാജ്യത്തിലേക്ക് നമുക്കൊരു പ്രവേശനം, ഒരു എൻറ്ററിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാം വിശുദ്ധരാകണം. ഗലാത്യർ ലേഖനത്തിൽ വ്യക്തമായി അത് കാണുന്നു. വായിക്കേണ്ട സമയത്തിന്റെ പരിമിതി മൂലവും ആമേൻ സ്തോത്രം. തുടർന്ന് നമുക്ക് ആമേൻ സ്തോത്രം മറ്റുള്ള പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ വേഗം തൊട്ട് പോകുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ദൈവമക്കളെ. ആമേൻ സ്തോത്രം. നോക്കിക്കേ, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ തന്നെ, നാം വായിച്ച പുസ്തകത്തിൽ തന്നെ 25 തവണയോളം നമ്മുടെ ദൈവത്തെ പരിശുദ്ധനാണ് എന്ന് പറയും, ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്ന് ആമേൻ സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ മുഴുവനും നമ്മൾ നോക്കിയ 43 തവണയിലധികമായി നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്യുന്നു? വിശുദ്ധനായി, പരിശുദ്ധനായി, ഹോളിയായിട്ട് നമ്മുടെ കർത്താവിനെ എന്ത് ചെയ്യുന്നു? ആമേൻ സ്തോത്രം കാണിക്കുകയാണ്. സ്തോത്രം. ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 22-ാം വാക്യത്തിൽ വ്യക്തമായി അവിടെ പറയുന്നു. ആമേൻ സ്തോത്രം. വായിക്കാം, അല്ലെങ്കിൽ നോട്ട് ചെയ്യാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം ഇങ്ങനെ കാണുന്നു: നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ഇവിടെയെല്ലാം ചോദ്യചിഹ്നങ്ങളാണ്. നീ ആരെയാണ് ദുഷിച്ചത്? നീ ആർക്ക് വിരോധമായിട്ടാണ് നീ ഒച്ച വെക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ടല്ലോ. ഇന്ന് പകൽ ദൈവമക്കളെ, വിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ നേരെ ആമേൻ സ്തോത്രം ആര് തല ഉയർത്തുന്നു, ആര് ശബ്ദമുയർത്തുന്നു, ആര് വിരോധമായി സംസാരിക്കുന്നു, ആര് ദുഷിക്കുന്നു, അവർക്കെതിരെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ആമേൻ. വിശുദ്ധനായ പരിശുദ്ധനായ ഒരു ദൈവത്തെ സ്തുതിക്കുന്ന, ആമേൻ, ആ ദൈവത്തെ സേവിക്കുന്ന, ആ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവവൈതലാണ് നിങ്ങളെങ്കിൽ ആമേൻ സ്തോത്രം ഒരു കാര്യം വ്യക്തമാണ്. ആമേൻ സ്തോത്രം. ആര് നിനക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിലും, ആര് നിനക്ക് വേണ്ടി മറുപടി പറയാനില്ലെങ്കിലും, സ്വർഗത്തിൽ ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് വിശുദ്ധനും പരിശുദ്ധനുമായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതൽ ഇന്ന് പകൽ തിരിച്ചറിയേണ്ടതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സങ്കീർത്തനം 23-ാം അധ്യായം നമ്മൾ വായിച്ച വാക്യത്തിൽ ആമേൻ 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അപ്പോൾ വേദപുസ്തകത്തിൽ പഠിപ്പിച്ച വചനം ഉയർത്തി കാണിക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ശ്രദ്ധിച്ചോണേ, വിശുദ്ധ ആരാധനയിൽ നാം പങ്കെടുക്കുമ്പോൾ, ആ ആരാധനയുടെ ഭാഗവാക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. എന്താണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒന്ന് പരിശുദ്ധനാണ്, 2 വിശുദ്ധനാണ്. പാപത്തോടൊരു കോംപ്രമൈസും വെക്കാതെ, പാപത്തോടും അശുദ്ധിയോടും ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാത്ത അവൻ ഒരു ദൈവത്തെയാണ്, പാപത്തോട് അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശുദ്ധ ആരാധനയിൽ ആരാധിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ എപ്പോഴും നമുക്കുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിക്കേണ്ട എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഞാൻ തൊട്ട് വേഗം പോകുകയാണ്. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ 3-ാം വാക്യം ഒന്ന് എടുത്തെങ്കിൽ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ദുർനടപ്പും, നോക്കിക്കേ, യാതൊരു അശുദ്ധിയും. അപ്പൊ അശുദ്ധിയുടെ കാര്യത്തിൽ ദൈവത്തിന്, നമ്മുടെ കർത്താവിന് എന്തില്ല? അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒരു കോംപ്രമൈസ് ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല ദൈവമക്കളെ. അതുകൊണ്ട് വ്യക്തമായി ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ അശുദ്ധി എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യില്ല? പേർ പറക പോലും അരുത്. സ്തോത്രം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെയാകുന്നു ആർക്കുചിതം? വിശുദ്ധന്മാർക്ക് എന്ന് പറഞ്ഞാ ആമേൻ. വിശുദ്ധന്മാര് കൂടി വരുന്ന സഭാ യോഗത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും അശുദ്ധി എന്ത് ചെയ്യില്ല? പേർ പറക പോലും അരുത്. അത് ആർക്ക് ഉചിതമല്ല? വിശുദ്ധന്മാർക്ക് ഉചിതമല്ല. സ്തോത്രം. ഇതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇച്ചിരൂടെ അർത്ഥം വളരെ ഇച്ചിരൂടെ ആമേൻ സ്തോത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ബട്ട് there must no sexual sin among you. നമ്മുടെ നടുവിൽ മ്ലേച്ഛകരമായതായ
ആമേൻ സ്തോത്രം, ഒരു വാക്ക് പോലും വെച്ചാൽ പറയാൻ പാടില്ല എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധി അത്ര, ഹോളിനെസ് അത്രമാത്രം ആമേൻ സ്തോത്രം വിലയേറിയതാണ്. സ്തോത്രം. നമ്മുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. ആമേൻ. ഒന്നുകൂടെ വായിച്ച 3-ാം വാക്യം. നോക്കിക്കേ, നമ്മുടെ ഇടയിൽ പറയാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്, ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും. അവിടെ നോക്കിക്കേ, ആമേൻ, കാറ്റഗറി തിരിക്കുന്നില്ല, അവിടെ സെപ്പറേഷൻ വെക്കുന്നില്ല. യാതൊരു അശുദ്ധിയും പാടില്ലെന്നാ പറയണേ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമേൻ, അതിൻ്റെ സ്തോത്രം, ഞാൻ അതിനെ ഇച്ചിരി കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നാം വായിച്ചത്, കുറി വാക്യം വായിച്ചത്. അതിൻ്റെ 10-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 10-ന്റെ 20-ാം വാക്യം എല്ലാവരും ശ്രദ്ധയോടൊന്നിരുന്നി. സ്തോത്രം. യെസ്, യെശയ്യാ പ്രവചന പുസ്തകം 10-ാം. നോക്കിക്കേ, അന്നാളെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇത് ഒരു ഉണർവിന്റെ മെസ്സേജ് അല്ലെന്ന് എനിക്ക് നന്നായി വ്യക്തമാണ്. ആമേൻ സ്തോത്രം. എങ്കിലും നമുക്ക് വേണ്ടുന്നതായ ദൂതിനെ ഇതിനകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ, അന്നാളിൽ ഇസ്രായേലിൽ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നോട്ട് ചെയ്തോണം. ശേഷിച്ചവരും ഇനി ആശ്രയിക്കാതെ, നോക്കിക്കേ, പരിശുദ്ധനായ യഹോവയെ ആശ്രയിക്കും. ആര്? ശേഷിച്ചവർ. ശേഷിച്ചവർ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശേഷിച്ചവർ എന്ത് ചെയ്യുന്നു? അപ്പൊ ശേഷിച്ചവർ ആശ്രയിക്കുമെന്നാണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് കണ്ടത്. ആര്? കർത്താവിനെ ആശ്രയിക്കുന്നത് ആരാ? പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കുന്നത് ആരാ? ശേഷിച്ചവര്. ഈ ശേഷിച്ചവരെ കുറിച്ച് നമ്മളൊരു ശേഷിപ്പാകും, കർത്താവ് ഒരു ശേഷിപ്പായി നിർത്തിയിരിക്കുന്നു എന്നൊക്കെ ഇഷ്ടം പോലെ ദൂതുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സ്തോത്രം. പക്ഷേ യഥാർത്ഥത്തിൽ ശേഷിച്ചവരാരാ? ദൈവത്തെ വിശുദ്ധിക്കകത്ത് നിന്ന് ആശ്രയിക്കുന്നവരാണ്. ആര്? ശേഷിച്ചവർ. ഈ ശേഷിച്ചവരെ കൊണ്ടുപോകാൻ ആര് വരുന്നത്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ശേഷിച്ചതല്ല. എല്ലാവരും പെന്തക്കോസ്തിനകത്ത് വന്ന എല്ലാവരും ആരാ? ശേഷിച്ചവരല്ല, കർത്താവിനെ ആശ്രയിക്കുന്നവരും അല്ല ദൈവമക്കളെ. സ്തോത്രം. ആമേൻ. നമ്മുടെ പെന്തക്കോസ്തിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ സഭകളിൽ, ആമേൻ, അല്ലേ, എല്ലാ സഭകളിലും ആരുണ്ട്? സ്തോത്രം. ആശ്രയിക്കാൻ വരുന്നവരെന്ന് പറയുന്നവരുണ്ടല്ലേ, ശേഷിച്ചവരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുണ്ടല്ലേ. പക്ഷേ ഈ സഭയ്ക്കകത്തൊക്കെ എല്ലാവരും ആരൊക്കെയുണ്ട്? ജഡീകന്മാരുണ്ട്, ഓക്കിപ്പൊടി വലിക്കുന്നവരുണ്ടല്ലേ. സ്തോത്രം. പാൻപരാഗ് വെക്കുന്നവരുണ്ടല്ലേ, മദ്യപിക്കുന്നവരുണ്ടല്ലേ. സ്തോത്രം. അങ്ങനെ സ്തോത്രം, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലേ. സ്തോത്രം. കുറ്റം പറഞ്ഞ് ഏഷണി പറയുന്നവരുണ്ട് അല്ലേ. സ്തോത്രം. അതിരി മാന്തുന്നവരുണ്ട്, പാരപണിയുന്നവരുണ്ട്. സ്തോത്രം അല്ലേ. ആമേൻ. ഇങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് ശേഷിപ്പുള്ളവരായി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗണത്തിൽപ്പെടുത്തി കർത്താവിനെ ആശ്രയിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ നിരവധിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ തലമുറകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാതൃക പറയാൻ ആരും തന്നെ ഇല്ല. പക്ഷേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആമേൻ സ്തോത്രം. 100 കണക്കിന് കൂടി വരുന്ന ആളുകൾ കൂടുന്ന സഭയ്ക്കകത്ത് 5-10 പേരെ കാണത്തുള്ളൂ. ആര്? ശേഷിച്ചവരും കർത്താവിനെ യഥാർത്ഥമായ മനസ്സുകൊണ്ട് ആശ്രയം വയ്ക്കുന്നവരും. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ആമേൻ സ്തോത്രം 22-ാം വാക്യത്തിൽ കാണുന്നു. ഇസ്രായേലേ, നിന്റെ ജനം. നോക്കിക്കേ ദൈവമക്കളെ, ഇസ്രായേൽ ജനതയുടെ കൂട്ടത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? കടൽക്കര പോലെ, കടൽക്കരയിൽ കിടക്കുന്ന മണല് പോലെ ആരുണ്ട്? ദൈവത്തിന്റെ ജനം, ദൈവം തെരഞ്ഞെടുത്ത ജനങ്ങൾ ഉണ്ടെന്നേ. പക്ഷേ താഴോട്ട് വായിക്കുമ്പം അതിലൊരു ശേഷിപ്പ് മാത്രമേ സ്തോത്രം മടങ്ങി വരത്തുള്ളൂ. എങ്ങനെയാ? സ്തോത്രം. വിശുദ്ധ ജീവിതം നയിക്കുന്ന. ഹല്ലേലൂയ. ഈ സ്തോത്രം അവിടെ പറയുന്നു. നോക്കിക്കേ, നിന്റെ ജനം കടൽക്കരയിലെ മണല് പോലെ. അപ്പൊ ഉണർവ് നടക്കുന്നെന്ന് പറയുന്ന ഇടങ്ങളിൽ ദൈവമക്കളെ, ലക്ഷോപലക്ഷക്കണക്കിന് കൂടി വരുന്ന സഭകളെ നമുക്ക് ആന്ധ്രയിൽ, അല്ലെ സ്തോത്രം, ഇന്ത്യ രാജ്യത്ത് തന്നെ എത്ര സഭകളുണ്ട്.
പക്ഷേ അതിനകത്ത് വചനം പഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു ശേഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. ആരാ? സ്തോത്രം. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരും ആമേ സ്തോത്രം ദൈവം മടക്കി വരുത്തുന്നവരുമായ ഇന്ന് പകൽ ദൈവമായി ഇതിലെ ആമേ സ്തോത്രം ഹാലലി ആളുകളുടെ വലിപ്പത്തിലോ പെരുപ്പത്തിലല്ലെന്ന കാര്യം, നാം ഒരു ശേഷിപ്പായി നിൽക്കുന്നതിനകത്ത കാര്യം. ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് ആത്മീക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി കാതോർത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് നിൽക്കുന്ന ദൈവവൈതലെ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുക്കണം. എന്താണ്? എനിക്കൊരു ശേഷിപ്പാകണം, എനിക്കൊരു ശേഷിപ്പാകണം, എനിക്കൊരു വേർപെട്ടവനാകണം. പരിശുദ്ധനായ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധനായി നമുക്ക് ജീവിക്കുവാനുള്ള ഒരു ഒരുക്കം. സ്തോത്രം. ഹല്ലേലൂയ. ആര് കൂടിയില്ലെങ്കിലും ആര് വന്നില്ലെങ്കിലും ആമേൻ സ്തോത്രം ദൃഢമായ ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ ദൈവമക്കളെ നമ്മളൊക്കെ എടുത്തോണം. എന്താണ്? എനിക്കൊരു ശേഷിപ്പാകണം. എൻ്റെ അപ്പൻ വന്നില്ലെങ്കിലും എൻ്റെ അമ്മ വന്നില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിലും ആമേൻ സ്തോത്രം ആര് വന്നില്ലെങ്കിലും എന്താണ്? എനിക്കൊരു ശേഷിപ്പാകണം, എനിക്കൊരു ശേഷിപ്പാകണം. എനിക്ക് വിശുദ്ധിയെ പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ സേവിച്ച് എൻ്റെ കാലം എനിക്ക് തീർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വീറോടെ ആമേൻ വിശുദ്ധനായി ജീവിച്ച മനുഷ്യനാ ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ കർത്താവിനോട് തന്നെ ഒരു പരാതി പോലെ പറയുക, പരിഭവം പോലെ പറയുക. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ജനം മുഴുവനും ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. നാവ് കൊണ്ട് അവർ എന്ത് ചെയ്തു? അശുദ്ധരായി തീർന്നു എന്ന് പറഞ്ഞാൽ കൂടെ വിളിച്ച അനേകരുണ്ടായിരുന്ന വെച്ചാ സ്തോത്രം ഹല്ലേലൂയ പുരോഹിതന്മാർ അനേക ദൈവജനങ്ങൾ ഉണ്ടായിരുന്നേ. പക്ഷെ പലരും എന്ത് ചെയ്തു? ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയി. സ്തോത്രം. എന്നിട്ട് എലിയ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ഞാനൊരു ശേഷിപ്പായി മാറിയിരിക്കുകയാ, ഞാനൊരു ശേഷിപ്പായി മാറിയിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില ചിന്തകൾ ആമേ സ്തോത്രം തകർക്കപ്പെടട്ടെ. ആമേ ലൗകികമായിട്ടുള്ള ആമേ സ്തോത്രം ഭൂമിയിൽ ആമേ നേടിയെടുക്കുവാനോ ഭൂമിയിൽ നമ്മളെ ആമേ സ്തോത്രം നശിപ്പിച്ച് കളയുന്ന നമ്മുടെ മാണിക്യം ആമേ സ്തോത്രം പാട്ടുകാരും പറയുന്നു, ഈ മണ്ണെ പ്രതി മാണിക്ക് ഞാൻ വിടുകയില്ല ഞാൻ എന്ന് പറഞ്ഞാൽ നിത്യതയുടെ മഹത്വത്തെ നിത്യതയുടെ വിലയെ ആമേ സ്തോത്രം ഹല്ലേലൂയ തുച്ഛീകരിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന പല കാര്യത്തിൻ്റെയും മുമ്പിൽ നാം അറിഞ്ഞോ അറിയാതെ പലപ്പോഴോ അവൻ എപ്പോഴൊക്കെ നാം മുട്ടുകുത്തിയിട്ടില്ലേ, നാം എപ്പോഴും സമ്മതം മൂളിയിട്ടില്ലേ, നാം അറിഞ്ഞോ അറിയാതെയോ എപ്പോഴൊക്കെ പാപത്തോട് നാം എഗ്രിമെന്റ് ചെയ്തു പോയില്ലേ? സത്യമല്ലേ? സത്യമല്ലേ? എന്നാൽ ഇന്ന് പകൽ ഒരു തിരിച്ചറിവുണ്ടാകണം. എനിക്ക് അറിഞ്ഞോ അറിയാതെയോ പാപത്തോട് ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാത്ത പരിശുദ്ധനായ ദൈവത്തെ എനിക്ക് മുറുകെ പിടിച്ച് എൻ്റെ പ്രവാസകാലം കഴിയണം, എൻ്റെ പ്രവാസകാലം തീർക്കണം. അതിനുള്ള ഒരു കൃപ എനിക്ക് വേണമെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നോക്കിക്കേ പ്രിയമുള്ളവരെ, ആമേൻ ആളുകളുടെ നൂറുകണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണു നോക്കിയാൽ ശരിയാന്നേ ചിലരെയൊക്കെ കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ? സ്തോത്രം. പാൻപരാഗടിക്കും. സ്തോത്രം. അതേ വാഗൊണ്ട് അന്യഭാഷയും പറയും. സ്തോത്രം. എന്നാ നോക്കിക്കേ പ്രിയമുള്ളവരെ, സ്തോത്രം. വിശുദ്ധ ഗണം എന്ന് പറയുന്നത് ഒരു ശേഷിപ്പ് മാത്രമാണ്. ഇന്ന് പകൽ നമ്മൾ ആമേൻ സ്തോത്രം തിളച്ചു മറിയുന്ന നമ്മളെ കോരിത്തരിപ്പിക്കുന്ന പല മെസ്സേജുകൾ കേൾക്കുമ്പോഴും സത്യം ശരിയാ, നമുക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും, അവൻ ആനന്ദമുണ്ടാകും. നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മളോടുള്ള ദൈവിക നിയോഗങ്ങളെ പദ്ധതികളെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ആമേൻ ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടാകുമെന്നേ. പക്ഷേ ദൈവപദൽ യഥാർത്ഥമായി പരിശുദ്ധനായ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം പ്രവേശിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നിത്യതയുടെ ആമേൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനത്തെ എന്ന് പറഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഭവനത്തിലേക്ക് നാം കയറണമെന്നുണ്ടെങ്കിൽ നാം ഒരു ശേഷിപ്പായി നിലനിൽക്കണം. നാം വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം നയിക്കണം. ആമേൻ സ്തോത്രം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ആത്മീക ജീവിതത്തിൽ എന്ത് ചെയ്യണം? ചില സ്റ്റാൻഡേർഡ് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ദൈവമക്കളെ സ്തോത്രം ശ്രദ്ധിച്ചേ. ആമേൻ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആമേൻ സ്തോത്രം എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു സ്റ്റാൻഡേർഡ് ആമേൻ ചില തീരുമാനങ്ങൾ എന്ത് ചെയ്യണം? നാം ആരോട് എപ്പോഴൊക്കെ ഇടപെടണം, ആരോട് എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് കാണണം, എന്ത് കാണരുത്, എന്തിനോട് സമീപിക്കണം, എന്തിനോട് സമീപിക്കരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അവൻ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മീക ജീവിതത്തിൽ എന്ത് ചെയ്യണം?
അതുകൊണ്ടല്ലേ 1-ാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾക്ക് മനഃപ്പാഠം അല്ലേ? സ്തോത്രം, മനഃപ്പാഠം, വാക്യം സങ്കീർത്തനമെല്ലാം മനഃപ്പാഠമാണ്. പക്ഷേ ജീവിതത്തിനകത്ത് അത് പ്രാബല്യത്തിൽ നമുക്ക് ആക്കാൻ കഴിയുന്നില്ല. ഒരു ആത്മീകനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ എടുത്ത ഒരു സ്റ്റാൻഡേർഡ്, ഒരു തീരുമാനം, ഒരു ഉറപ്പ്, അതാ പറയുന്നത്. ഞാൻ എന്താണ് വായിച്ചേ? സ്തോത്രം, 1-ാം സങ്കീർത്തനം വായിച്ചോ? മനഃപ്പാഠം പറയാൻ കഴിയുന്നവർ വായിച്ചോ? പറഞ്ഞു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, അതൊരു തീരുമാനമാണ്. സ്തോത്രം, എന്തിനാ? സ്തോത്രം, വിശുദ്ധിയിൽ നിലനിൽക്കാൻ. അടുത്തത് പറയുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, അതൊരു തീരുമാനമാണ്. മക്കളെ, കുഞ്ഞുങ്ങളെ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ, ദൈവസഭയിലുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എൻ്റെ ജീവിതം നയിച്ചാൽ നാം ഒരു ശേഷിപ്പാകത്തില്ല. ഒരു തിരിച്ചറിവുണ്ടാകണം. ദുഷ്ടന്മാരെ ആലോചന പറഞ്ഞു തരാനും കുടുക്കിക്കളയാന് അവർ നിലനിൽക്കുമെന്നേ, അവരെപ്പോഴും സന്നദ്ധരാ. പക്ഷെ നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്താ? എനിക്കൊരു ശേഷിപ്പാകണം, എനിക്കൊരു ശേഷിപ്പാകണം. പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ. എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന, അപമാനിക്കുന്ന, ദുഷിക്കുന്ന അവരുടെ ഇരിപ്പിടത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല. അതൊരു സ്റ്റാൻഡേർഡാ, ഒരു തീരുമാനമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശേഷിപ്പാകണോ? പരിശുദ്ധനായ, ഒരു ഹോളി ആയിട്ടുള്ള നമ്മുടെ കർത്താവിനെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ സേവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം, പരിഹാസികളുടെ നടുവിൽ എന്ത് ചെയ്യാൻ പാടില്ല. സ്തോത്രം, ഒരു ശേഷിപ്പാകണോ? ഒരു ശേഷിപ്പാകണോ? ചില തീരുമാനങ്ങൾ, ചില സപ്രഷനുകൾ, ചില ഉടമ്പടികൾ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കണം. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ ദൈവവേദിയിലെ സ്തോത്രം കുറച്ച് ആത്മീകമായിട്ടുള്ള ചില സന്ദേശങ്ങൾ കേട്ട് നമുക്ക് സത്യമാണേ വചനമൊക്കെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാ, സന്തോഷിപ്പിക്കുന്നതാ. നമുക്ക് അധികാരങ്ങളും നിയോഗങ്ങളും വാഗ്ദത്തങ്ങളും ദൈവിക പദ്ധതികളും സൗഖ്യങ്ങളും വിടുതലുകളും എല്ലാം നമുക്ക് നൽകി തരുന്നതാ. അതിനകത്തൊരു മാറ്റമില്ല. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, സപ്രഷൻ ഇല്ലെങ്കിൽ, വിശുദ്ധി ഇല്ലെങ്കിൽ, ഒരു ശേഷിപ്പായി നാം നിന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരർത്ഥമില്ല. ദൈവവൈതലേ, നമ്മൾ ഉപവസിച്ചത് കൊണ്ട് അർത്ഥമില്ല. നമ്മൾ നിലവിളിച്ചത് കൊണ്ട്, കൂട്ടായ്മകളിൽ നിരവധി കൂട്ടായ്മകളിൽ പങ്കുചേർന്നത് കൊണ്ട് അർത്ഥമില്ല. നമുക്ക് അർത്ഥം വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ ഇസ്രായേലിന്റെ സ്തോത്രം, വിശുദ്ധനായ കർത്താവിനെ നാം എന്ത് ചെയ്യണം? സപ്രഷൻ, ഒരു ശേഷിപ്പായി നാം നിലനിൽക്കണം. ഒരു ശേഷിപ്പായി നാം നിലനിൽക്കണം. പാപികളുടെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അടുത്തത് നോക്കിക്കേ, ആ വേദഭാഗത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തവനെ കണ്ടോണ്ട് സ്വർഗം എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് ആത്മീക ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് വേണം. സ്തോത്രം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത ദൈവത്തിന്റെ, പാപത്തോട് എഗ്രിമെന്റ് ചെയ്യാത്ത സ്തോത്രം, ആ ദൈവത്തോട് എന്ത് ചെയ്യണം? ആത്മീക ജീവിതത്തിൽ കുറച്ച് സ്റ്റാൻഡേർഡ് പുലർത്തണമെന്നേ. അങ്ങനെ പുലർത്തുന്നവന് ഒരു റിസൾട്ട് ഉണ്ട്. അതാ താഴോട്ട് വായിക്കുമ്പോൾ, ഇങ്ങനെ തീരുമാനമെടുക്കുന്നവരെങ്ങനെയായി തീരും? അവൻ ആറ്റരികത്ത്. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് നിസ്സാരമായ ഒരു ചെറിയൊരു മെസ്സേജായി നിങ്ങൾ കാണരുത്. അങ്ങനെ ദൈവിക ആത്മീക ബന്ധത്തിൽ തീരുമാനമെടുത്ത് ഒരു സ്റ്റാൻഡേർഡ് പുലർത്തുന്നവന് ഒരു റിസൾട്ട് ഉണ്ട്. അവൻ എങ്ങനെയായിരിക്കും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും സമയമാകുമ്പോൾ അവൻ എന്ത് ചെയ്യുവച്ചാ? ഫലം കായ്ക്കും. പിന്നെ എന്താണ്? കൊടും വേനലടിച്ചാലും മരുഭൂമിക്ക് സമമായ വേനലുകൾ, ചുട്ടരിയുന്നതായ സൂര്യകിരണങ്ങൾ അടിച്ചാലും അവന്റെ ഇല, സ്തോത്രം, പ്രതിസന്ധികൾ വന്നാലും, അതാ പറഞ്ഞേ, ആത്മീക ജീവിതത്തിൽ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത പരിശുദ്ധനായ ദൈവത്തെ ഒരു ശേഷിപ്പായി, എനിക്ക് പാപത്തിനകത്ത് കുടുങ്ങിക്കിടക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഒരു സപ്രഷൻ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഒരിക്കലും ഇല വാടാത്തവനായി, ആറ്റരികത്ത് നട്ടവനായി,
തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവനായി. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും 24 hours 24 മണിക്കൂർ ഫലം ഇല്ലെങ്കിലും തക്ക സമയത്ത് എന്ത് ചെയ്യും? സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ടോ? തിരുവചനത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ മനസ്സുണ്ടോ? ആമേൻ. നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിലെ ഒരു തീരുമാനം, ഒരു സ്റ്റാൻഡേർഡ് എടുത്ത തക്ക സമയത്ത് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഫലം കായ്ക്കും, ഫലം കായ്ക്കും. സ്തോത്രം. അടുത്തത് നാം വായിച്ച യെശയ്യാ പ്രവചന പുസ്തകം, അത് തുടർമാനമായി ഒന്ന് ചിന്തിച്ചാൽ, ആമേൻ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അതിന്റെ 45 അധ്യായം 11 വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിച്ചേ. അയ്യോ കഷ്ടം. പരിശുദ്ധനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കിക്കേ, പരിശുദ്ധനായ യഹോവ എങ്ങനെ അരുളി ചെയ്യുന്നു? വരുവാനുള്ളതിനെ കുറിച്ച് ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, മക്കളെ ശ്രദ്ധിച്ചേ. ഇനി വരാൻ, ഫ്യൂച്ചറിൽ, ഭാവിയിൽ വരാനുള്ളതിനെ കുറിച്ച് ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? പപ്പയോടാണോ ചോദിക്കുന്നത്? ആണോ? അമ്മയോടാണോ ചോദിക്കണം? സ്തോത്രം, സ്തോത്രം. അമ്മ ചർച്ചിലെ പാസ്റ്ററിനോടാണ് ചോദിക്കണേ? ആണോ? സ്തോത്രം. ആരോട് ചോദിക്കണം? അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ മോഡുലേഷൻ, ഒരു സ്വഭാവം ആരിൽ ഉണ്ടാകണം? സ്തോത്രം, സ്തോത്രം. വിശുദ്ധിയിൽ ഒരു ശേഷിപ്പായി ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ആർക്കാ? ആരോടാ? ഇസ്രായേലിന്റെ പരിശുദ്ധനോടാ. വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കാനാ പറഞ്ഞത്. ഇതൊരു മീഡിയേറ്റർ അവിടെ വെച്ചിട്ടില്ല. പ്രവാചകനല്ല പറഞ്ഞ്, നീ ദൈവത്തോട് ചോദിക്കണമെന്നല്ല പറഞ്ഞേ. പരിശുദ്ധനായവൻ ശേഷിപ്പായി നിൽക്കുന്നവനോട് എന്ത് പറയുന്നു? ഈ ആശ്രയിക്കുന്നവൻ ആരോട് ചോദിക്കുക? നീ സ്തോത്രം. ശേഷിപ്പായി നിൽക്കുന്നവനാണ് ആശ്രയിക്കുന്നതെന്ന് നമ്മൾ വായിച്ചിരുന്നല്ലേ? ശേഷിപ്പായി നിൽക്കുന്നവനെ ദൈവത്തിൽ ആശ്രയിക്കും. ആ ആശ്രയം എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? വരുവാനുള്ളതിനെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ഭവനത്തെ കുറിച്ച്, നിന്റെ ഭാവി നിർണയത്തെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭാവി പഠനത്തെ പറ്റി, ഉപരിപഠനത്തെ പറ്റി എന്ത് ചെയ്യണം? വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിക്കാൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ ഇവിടെ ആഹ്വാനം ചെയ്യുക. നിനക്ക് നാളുകളിൽ എന്ത് ഭവിക്കും? നിന്റെ ഭാവിയിൽ എന്ത് ഭവിക്കും? നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ അലതല്ലി ഉയരുമ്പോൾ ആരോട് ചോദിക്കാൻ പറയുന്നു? ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തോട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു മനസ്സുണ്ടോ? ഇതാ ആശ്രയം അച്ഛാ, ഇതാണ് ആശ്രയം. പരിശുദ്ധനായ ദൈവത്തിൽ ശേഷിപ്പായി നിന്നുകൊണ്ട് പാപത്തോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത ദൈവത്തോട് എന്ത് ചെയ്യണം? സ്തോത്രം. വരുവാനുള്ളതിനെ കുറിച്ച്, വരുവാനുള്ളതിനെ കുറിച്ച് ചോദിക്കണം. ചോദിച്ചാൽ യെസ്. സ്തോത്രം, ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി മൂലമാണ് ആമേൻ, സ്തോത്രം, ഈ മെസ്സേജ് ഇങ്ങനെ ഒരു ലെവലിൽ പോയത്. ദൈവവൈതലേ, നാം ഒരു ശേഷിപ്പായി നിൽക്കണം. ആരുമില്ലെങ്കിലും, ആര് കൂടെയില്ലെങ്കിലും. ആമേൻ, സ്തോത്രം. ഒരു ഭവനത്തിൽ ആമേൻ, സ്തോത്രം, ഉള്ളവരായിരുന്നു അബ്രഹാം. ആമേൻ, സ്തോത്രം, തൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ. പക്ഷേ അബ്രഹാം ഒരു വേർപെട്ടവനായിരുന്നു.
നിന്റെ ആത്മീക ജീവിതത്തിൽ സമതുല്യമായ ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം നിന്റെ ആത്മീക ജീവിതത്തിൽ പരിശുദ്ധനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് തുല്യമായി ആര് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സപ്രഷൻ, ഒരു ശേഷിപ്പ്, ഒരു ശേഷിപ്പ്. അച്ഛാ, ഒരു ശേഷിപ്പാകണമെന്നോ സഭയിൽ കൂടി വരുന്ന, ആമേൻ, നൂറുകണക്കിന് കൂടി വരുന്ന സമൂഹമാകുന്ന സഭയോട് അതിനകത്ത് നാം എന്ത് ചെയ്യണം? ഒരു ശേഷിപ്പാകണം. ഇതാ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇതാ നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ശേഷിപ്പിനെ ചേർക്കാനാ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്. ഇന്ന് പകൽ പ്രത്യാശയുടെ, നിത്യതയുടെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് ഇന്ന് പകൽ നിനക്ക് കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ കയറിക്കോ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീരുമാനമെടുത്തോ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കണ്ണുകൾ അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ.